ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഫൈനലി മോണിറ്റൈസ്ഡ് ഇൻ അവർ ചാനൽ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതുപോലെ സന്തോഷം കൂടിയാണ്. പക്ഷെ ഇത് പറയാൻ കുറച്ച് ലേറ്റായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കുറച്ച് തിരക്കുകളൊക്കെ കാരണം അങ്ങനെ ഇങ്ങോട്ടൊക്കെ ഡിലേ ആയിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇങ്ങനൊരു വീഡിയോ ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ചാനലിൽ നിർത്തിപ്പോകാം എന്ന് വിചാരിക്കുന്ന ഒരാൾക്കെങ്കിലും ഇതൊരു പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറ്റുകയാണെങ്കിൽ 101% നിങ്ങൾക്ക് ഓരോരുത്തർക്കും മോണിറ്റൈസേഷൻ എന്നേക്കാൾ പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. ഞാൻ വെച്ചാൽ 2 വർഷത്തോളമായി ചാനൽ തുടങ്ങിയിട്ട്. അതും യാദൃശ്ചികമായിട്ട് തുടങ്ങിയതാണ്. ഇങ്ങനെ ഒരു കാര്യം പോലും അറിയാതെയും മനസ്സിലാക്കാതെയൊക്കെ തുടങ്ങിയതാണ്. അപ്പോൾ മനസ്സിലാക്കി കുറേയൊക്കെ നാളുകൾ കഴിയുമ്പോഴാണ് പിന്നെ മോണിറ്റൈസേഷൻ ലേബൽ എന്തായാലും നമുക്ക് നേടിയെടുക്കണം എന്നുള്ളതൊന്ന് മനസ്സിലോട്ട് വന്നത്. അപ്പോഴേക്കും 1 വർഷത്തിലൊക്കെ അധികമായി. പിന്നെന്ന് വെച്ചാൽ ഞാൻ മെയിനായിട്ട് ലൈവൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ടിൽ നമുക്ക് എപ്പോഴും മോണിറ്റൈസേഷൻ പിടിക്കാൻ പറ്റില്ല, കുറച്ച് ടാസ്ക്കാണ്. ഇപ്പോൾ ഷോർട്ട് ഇടാതിരിക്കരുത് എന്നല്ല, ഷോർട്ടും ഇടണം. ഷോർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടും. ലോങ് വീഡിയോയിൽ നമുക്ക് അധികം കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഷോർട്ട് പെട്ടെന്ന് ഇപ്പോൾ ഒരു 1K ഒക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതുപോലെ കുറേ സബ്സ്ക്രൈബർ കൂടും. പക്ഷേ ലോങ് വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു എന്താ പറയുക, ഒരു ചില ലക്കിൻ്റെയൊക്കെ ഇതായിട്ടാണ് നമുക്ക് ചിലപ്പോൾ ഒരു 1K ഒക്കെ അടിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഷോർട്ട് ഡെയിലി ഇടുക, അതിൻ്റെ കൂടെ തന്നെ വീഡിയോസും കൂടെ ഡെയിലി ഇടാൻ നോക്കുക. അല്ലാതെ ഞാനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 മാസം അല്ലെങ്കിൽ 6 മാസമൊക്കെ കൂടുമ്പോഴായിരുന്നു ഒരു വീഡിയോസൊക്കെ ഇട്ടത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഡെയിലി വീഡിയോ ഒക്കെ ഇട്ടത്. ചിലപ്പോഴാ വീഡിയോ അങ്ങ് ക്ലിക്കായി പോകും, അതിന് നമുക്ക് വാച്ച് അവർ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം അതിൻ്റെ ഫലമായിട്ട് നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ലഭ്യമാകും. അപ്പോൾ ലൈവ് ചിലവർക്ക് ലൈവ് അതുകൊണ്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലോങ് വീഡിയോയിൽ നമുക്ക് നല്ല രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ലോങ് വീഡിയോയിൽ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് ലൈവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ലൈവിൽ എന്ന് വെച്ചാൽ തളർത്താൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ ഒരു രസമാണ് അവർക്ക്. നമ്മളിങ്ങനെ എന്താണ് ചാനലിൽ മുന്നോട്ട് പോകുന്നില്ല, ചാനൽ ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ചിലർക്കൊരു രസമാണ്. ഒരാളെങ്കിലും ഞാൻ തളർത്തിയല്ലോ. പക്ഷെ നമ്മൾ തളരാൻ പാടില്ല. എനിക്കൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ പ്രചോദനം തന്നിട്ടാണ് ഞാൻ ഈ ഒരു മോണിറ്റൈസേഷൻ നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാഡ് കമൻറ്റ്സ് അയക്കാനും നമ്മുടെ വീട്ടിലുള്ളവരെ വിളിക്കാനൊക്കെ ഉഷാറുള്ള ആൾക്കാരാണ് ഈ ലൈവിൽ വരുന്നത് എന്നുകൂടി ചിന്തിച്ചിട്ട് വേണം നമ്മൾ ലൈവിൽ വരാൻ. കരഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വെച്ചാൽ ലൈവിൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന മുഖം വല്ലാത്തൊരു രൂപത്തിലോട്ട് എത്തിയ ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നും പലരും പറഞ്ഞു, ചേച്ചി തളരാൻ പാടില്ല, നമുക്കൊരു ഒരു ലെവലിൽ എത്തണം എന്നുണ്ടെങ്കിൽ, ഒരു പോസ്റ്റിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ കരഞ്ഞതിനെ കൊണ്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അത് ശരിയാണ്. അപ്പം ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് കുറേയൊക്കെ ഒരു 1.5 ഒക്കെ ആയതിനു ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തത്. 1K ഒക്കെ മുകളിൽ, അതൊരു 1500 സബ്സ്ക്രൈബറൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ ലൈവ് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു 50 സബ്സ്ക്രൈബർ എങ്ങാണ്ട് മതി ലൈവിലൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്നൊന്നും എനിക്കറിയില്ല ലൈവ് എങ്ങനെ തുടങ്ങണം, ലൈവ് എന്താണെന്നുള്ളത് കൂടി അറിയില്ല. കാരണം നമ്മൾ ഒരു ഓഡിയൻസിനൊക്കെ അങ്ങനെ ഫേസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ അന്നിതുപോലെ നിന്ന സമയത്ത് 1-2 ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു, എന്തിനാണ് ചാനലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്, അതൊക്കെ ഒന്ന്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയായിരുന്നു, എന്തിനാണ് തുടങ്ങുന്നത്, അതൊന്ന് സ്റ്റോപ്പ് ആക്കിക്കൂടെ എന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ശരിയാണ്, നമ്മൾ എന്തൊക്കെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ഒക്കെ അല്ലേ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ തോന്നി. പക്ഷേ ചില ആൾക്കാരിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു, നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് കണ്ടൻറ്റും ഇടാം. പ്രധാനമായിട്ട് ഒരു കണ്ടൻറ്റ് എന്നല്ല, ആൾക്കാരെ അട്രാക്റ്റീവ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത്, അതായത് എഡിറ്റൊക്കെ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിന് വ്യൂവേഴ്സ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്തായാലും മോണിറ്റൈസേഷൻ ആക്കിയെടുക്കുക. അപ്പം നിങ്ങൾക്ക് അടുത്ത പോസ്റ്റിലോട്ട് പോകണമെന്ന് തോന്നി, എന്തായാലും ഏൺ ചെയ്യാനുള്ള ഒരാഗ്രഹം കൂടി ഇതിന് പിറകിൽ കാണുന്നു. അങ്ങനെയാണ്. അപ്പം ഇപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അവർക്കൊക്കെ ഉള്ളൊരു മറുപടിയാണ് ഈ മോണിറ്റൈസേഷൻ എന്നുള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല.
ഉള്ളിലുണ്ടായിരുന്നു. നമുക്കൊരാൾ നെഗറ്റീവ് തരുമ്പോഴാണ് നമ്മുടെ മൈൻഡിൽ പോസിറ്റീവ് വരിക എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ആ പോസിറ്റീവ് വരുന്നതോട് കൂടി നമുക്കൊരു വാശി ഉണ്ടാവും അത് നേടിയെടുക്കണം എന്നുള്ളത്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പല പ്രമുഖ വ്യക്തികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മുടെ അനുഭവത്തിൽ വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഇന്നുള്ളത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഉള്ളിലുണ്ടായിരുന്ന മോണിറ്റൈസേഷൻ നേടിയെടുക്കുക എന്നുള്ളത്. പക്ഷേ ഞാൻ വിചാരിച്ചില്ല എനിക്ക് കിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ആദ്യം ഒരു ഹാഫ് മോണിയൊക്കെ വരുമ്പോഴും വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഈ ഹാഫ് മോണി എനിക്കായോ? അപ്പോൾ ഞാനിങ്ങനെ വാച്ച് അവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഇന്ന് നാളെ നമ്മുടെ ഏകദേശം ആവും. അപ്പം പിന്നെ ടെൻഷനായിരുന്നു ഇനിയിപ്പോൾ ഇത് പറഞ്ഞു തരാൻ ആൾക്കാർ. പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട്, അപ്പോൾ അവൾ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ എന്തോ ദൈവം സഹായിച്ചിട്ട് ഇപ്പോൾ ഏണിങ്സൊക്കെ കിട്ടി. ഈ ഒരു അവസരത്തിൽ എന്തായാലും ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്തായാലും പറയണമല്ലോ. അപ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ വീഡിയോ എങ്ങനെ ചെയ്യണം, പല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാൽ പോലും നമുക്ക് പറഞ്ഞു തരാനുള്ളൊരു മനസ്സുണ്ടല്ലോ. ചില ആൾക്കാരുണ്ട്, എനിക്ക് മുമ്പെയൊക്കെ ചാനലിൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാരോടൊക്കെ ഞാൻ ആദ്യമൊക്കെ ചോദിച്ചു ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ അവരുടെ ഉള്ളിൽ എന്ന് വെച്ചാൽ നമ്മളൊരിക്കലും ഉയർന്നു പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ വീഡിയോ ചെയ്തിട്ടും ലൈവൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചിലപ്പോഴൊക്കെ വ്യൂസ് ഇങ്ങനെ കൂടി വരും. അപ്പോൾ എന്നോട് പറയുന്നൊരു കാര്യം, നമ്മൾ ലൈവ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, വെറുതെ ചുമ്മാ ആൾക്കാരുടെ ആഭാസം കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് ശരിയായി ഇവർ പറയുന്നത്. അങ്ങനെ കുറേ നാൾ ലൈവ് അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ. പിന്നെ എന്നോട് കുറച്ച് ആൾക്കാർ, നമ്മൾ പറയാറില്ലേ എല്ലാ മേഖലകളിലും കുറച്ച് നല്ല ആൾക്കാരും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ലൈവ് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യില്ലേ, അപ്പോൾ നിങ്ങൾക്ക് വ്യൂസ് കുറയും, നിങ്ങൾ ഡെയിലി ഒരു സമയം വെച്ചിട്ട് ലൈവ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ ഡെയിലി ഒരു സമയം വെച്ചിട്ട് പിന്നെ ലൈവ് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഏകദേശം എനിക്ക് വാച്ച് അവർക്ക് കൂടുന്നതെന്ന് കാണുമ്പോഴേ പറഞ്ഞ വ്യക്തി വീണ്ടും എന്നെ ഇങ്ങനെ തളരാം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഏതായാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ മോണിറ്റൈസേഷൻ ആയാലും ഇല്ലെങ്കിൽ എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേ നമ്മളെ തളർത്താവുന്ന ആൾക്കാർ ഓൾമോസ്റ്റ് അവർ തളർന്നു കഴിയും. നമ്മളവരെ തളർത്തില്ല, അവർ നമ്മളെ തളർത്താൻ ശ്രമിക്കുന്നു. നമ്മുടെ ഒരു വാക്കിലൂടെ നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ അവരെ നമ്മൾ തളർത്തിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തികൾക്കൊന്നും എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നേടാൻ പറ്റാത്ത നേട്ടം മറ്റുള്ളവർ നേടുന്നത് കൊണ്ടുള്ള ചെറിയ കുഞ്ഞ് അസൂയ എന്നൊക്കെ പറയാം നമ്മുടെ ഭാഷയിൽ പറയുമ്പോഴും. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇപ്പോൾ മറ്റുള്ളവരെ എന്താ പറയുക, അവർ പറയുന്ന കേട്ട് ഇവർ പറയുന്ന കേട്ടിട്ട് നമ്മൾ കുറച്ച് മനസ്സിലാക്കണം അവർ പറയുന്നത് നല്ലതാണോ, നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉയരാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പോൾ എനിക്ക് ഇത്രത്തോളം പറ്റിയെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കൂടി ഞാൻ പറയുകയാണ്, 101% നിങ്ങൾക്കും ഇതിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ യൂട്യൂബിൽ തന്നെ ഉണ്ട് കേട്ടോ കുറേ കൂട്ടുകാരന്മാരെയും കൂട്ടുകാരികളെയും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ചാൽ എന്നോട് പറയും എനിക്കായില്ല പക്ഷെ നിനക്കായി എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അതൊക്കെ കേൾക്കുമ്പോഴെന്നെ നമുക്ക് എന്തോ ഒരു മനസ്സിൽ നമ്മുടെ തൊട്ടടുത്തില്ലാത്ത ആളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലില്ലാത്ത ആളാണെങ്കിലൊക്കെ നമ്മൾ ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, നല്ലൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നവർ നല്ലൊരു പേര് കണ്ടെത്തി നല്ലൊരു DP ഒക്കെ വെക്കുക. പിന്നെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കണ്ടൻറ്റുകൾ തേടിപ്പിടിക്കുക. കണ്ടൻറ്റുകൾ നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ പാചകവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എനിക്കൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. നിങ്ങൾ ചോദിക്കും ചിലപ്പോൾ നിങ്ങളുടെ ചാനൽ എങ്ങനെയാണ്. എൻ്റെ ചാനൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയുള്ളവരോട്. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ എഡിറ്റിങ്ങിലുണ്ട് കേട്ടോ കുറേയധികം കാര്യങ്ങൾ എഡിറ്റിങ് ചെയ്യുക. അതൊക്കെ നല്ല രീതിയിൽ. പിന്നെ അട്രാക്റ്റീവ് തമ്പനെയിൽ കൊടുക്കുക. ഇപ്പോൾ എന്നൊക്കെ വെച്ചാൽ ഒരുപാട് അതിനൊക്കെയുള്ള പോസിബിലിറ്റീസുകളുണ്ട്. ഒരുപാട് ആപ്പുകളൊക്കെ ഉണ്ട് നമ്മളെ ടാഗ് ചെയ്യാനും തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാനും. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ലെവലിൽ അങ്ങ് ഉയർന്ന് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഇതുപോലെ ഒരു ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഏൺ ചെയ്യാൻ പറ്റും. ഇനി അപ്പോൾ അടുത്ത നമ്മുടെ ജേണി എന്ന് പറയുന്നത് ഏണിങ്ങിലാണ്. അപ്പോൾ അത് എത്ര പെട്ടെന്ന് പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അതും ഇനിയിപ്പോൾ വൈകാതെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല, കാരണം ഈ മോണിറ്റൈസേഷൻ ഉള്ളത് നമ്മുടെ കയ്യിലെത്തിയല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ഒരു പ്രതിഫലം എന്നോണം ഇതിലൊരു നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം കൂടി എനിക്കുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ടും കൂടെ പ്രതീക്ഷിക്കുന്നു.
അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.